ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നുണ്ട്. ഗൈഡൻസിൽ നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് നോക്കാം എന്നിട്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഉള്ള ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ യൂണിവേഴ്സിന് ചോദിക്കാം. കുറച്ച് ലോങ് റീഡിങ് ആവുമെന്ന് അറിയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കാർഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒറാക്കിൾ മെസ്സേജസ് എടുക്കാം ആൻഡ് ടാരോന്ന് എനർജിയും നോക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എന്ത് തന്നെ ആയാലും അതിന് യൂണിവേഴ്സിൻ്റെ ബുക്ക് ഓഫ് ആൻസേഴ്സ് നമുക്ക് എന്താണ് ആൻസർ തരുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആവാം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചോദ്യമാവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, എന്തോ ആവാം. നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് യൂണിവേഴ്സിനോട് ഗൈഡൻസ് ചോദിക്കാം. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടാരോ എന്നുള്ള എനർജി കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അഡ്വൈസ് ആയിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും ആലോചിച്ചോളൂ. ഓക്കെ, ചിലപ്പോൾ ഒരു പേജില്ല, ചിലപ്പോൾ കൂടുതൽ ഞാൻ എടുത്തുനിന്ന് വരും. എനിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം തോന്നിയാൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എടുക്കുന്നുള്ളൂ, അതിന് പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യന് യൂണിവേഴ്സ് എന്താ പറയുന്നത്? Okay, you have drawn the 10 of spades. It's not up to you. Okay. 10 of spades എന്ന് പറയുമ്പോൾ swords ആണോ wand ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സാരില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് അപ് ടു യു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിലല്ല. ഓക്കെ, സിറ്റുവേഷൻ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയല്ല. നിങ്ങളൊന്നും ചെയ്യണ്ട എന്നുമാവാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യും എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കാര്യങ്ങളെ, സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ നടക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് അപ് ടു യു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ദാറ്റ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്നും കൂടിയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു നിങ്ങളുടെ മേലെ ഒരു നിബന്ധനയല്ല എന്ന് പറയില്ലേ, നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിക്കും പറയാം. ഇറ്റ്സ് നോട്ട് അപ് ടു യു. നിങ്ങളുടെ മേലെ അതൊരു ബേർഡനാക്കി നിങ്ങൾ എടുക്കേണ്ട. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുമാണ്. ഇത് എന്ത് സിനാരിയോനെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിൽ വല്ലതും ആയിരിക്കാം, ഓഫീസിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മേലെ കൂടുതൽ ബർഡൻ ഇടുന്നുണ്ടാവാം, നിങ്ങളത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഫാമിലിയുടെ ആയാലും ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടേതല്ലാത്ത ഒരു ബേർഡൻ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഇതിൽ എനിക്ക് വേറൊരു സിനാരിയോ എനിക്ക് തോന്നിയത്, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഈ കാര്യത്തിൽ. ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ്, അവരാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആണ് ചെയ്യേണ്ടത്, നിങ്ങളല്ല എന്നുള്ള തരത്തിലും ആവാം. ഓക്കെ, ഒരു പേജ് കൂടി എടുത്തേക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തായിരിക്കാം ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരു പേജ് കൂടി. At the bottom of your teacup is a bird shape. Look outside your inner circle. ആക്ച്വലി നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങളെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. അത് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും അല്ല, വേറെ ആരെങ്കിലും, പുറത്തുള്ള ആരെങ്കിലും ആണ് എന്ന രീതിക്കും പറയാം. മീൻസ് അടുത്തറിയുന്ന വ്യക്തികളല്ല, കുറച്ച് മീൻസ് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കാം. അവരാരെങ്കിലും നിങ്ങളെ ഒരു സഹായം തരും എന്ന രീതിക്ക് നമുക്ക് പറയാം. ബേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയാം, മെസ്സേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് ആരെങ്കിലും നിങ്ങൾക്ക് തരും, എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടും എന്നായിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് എനിക്കൊരു ജോലി കിട്ടുമോ എന്നുള്ളതാണെങ്കിൽ, ചില സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് ബാക്കി നമ്മുടെ കയ്യിലല്ല, ബാക്കി യൂണിവേഴ്സ് നോക്കും, ഡിവൈൻ ടൈം ഉണ്ടാവും, ആ രീതിക്ക് നമുക്ക് എടുക്കാം. പിന്നെ ഇനി ഇതിൽ നിങ്ങളൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചാണെങ്കിൽ, എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ, അങ്ങനത്തെ വല്ല ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലെന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ല ഒന്നും ചെയ്യാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുവരെ അത്
സോറി, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരാനുണ്ട്, വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലും പറയാം. ഞാൻ 1-2 സിനാരിയോ നിങ്ങൾക്ക് പറയാൻ നോക്കിയതാണ്, മോസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻ. ഒരു പേജ് കൂടി എടുത്തേക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്ന, ഇൻഫർമേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും സഹായിക്കാനുണ്ടാവും എന്ന് കാണുന്നുണ്ട്. ഒന്നുകൂടി എടുത്തേക്കാം. ഓക്കെ, ദ ആൻസർ ഇസ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ നോ എന്ന് പറയുന്നുണ്ട്. ഇത് ലേശം കൺഫ്യൂസിങ് ആണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. നമ്മളെട്ടൊന്ന് ലേശം കളിപ്പിക്കുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാറായിട്ടില്ല. എവിടെയോ അത് യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്, മറ്റുള്ളവരുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ ഒരു നോ ആണ് വന്നിരിക്കുന്നത്. തൽക്കാലം അതിനെക്കുറിച്ച് ഐ തിങ്ക് ഞാൻ പക്ഷെ ആ നോയിന് എടുക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ഇനി ചോദിക്കേണ്ട, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നിങ്ങളുടെ മേലെ ബേർഡനും അല്ല. അപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. സോ ഒരു നോ ആണ് ഇവിടെ. ഓക്കെ, ഞാനത് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നോ. ഓക്കെ, തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു നമുക്കിതിൽ നോക്കാം. ഇന്ന് ബുക്ക് നമ്മളെ ലേശം കൺഫ്യൂസ് ചെയ്തു. ഓക്കെ, ടാരോ ഒന്ന് നോക്കാം. ടാരോയിൽ എന്താ എനർജി വരുന്നത് നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യന്? ടാരോ എനർജി എന്താ പറയുന്നത്? ഒരു വിഷിന്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, 4 of Swords, 6 of Swords, 10 of Cups, King of Pentacles. ആഹാ, ആക്ച്വലി വാവ്, റീഡിങ് സൂപ്പറാണ് ശരിക്കും. ഓ മൈ ഗോഡ്, വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട് നിങ്ങളുടെ. പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തൽക്കാലം അതിന് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നാണ്. ഒന്ന് റെസ്റ്റ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സറണ്ടർ ചെയ്യൂ. ഒന്നാമത്തെ കാര്യം സറണ്ടർ ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഇതിന് ഇനി എഫേർട്ട് ഇടണ്ട എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ട മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഓഫീസിലെ കാര്യങ്ങൾ, ജോലി കരിയറിൻ്റെ കാര്യങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും ശരി, ഐ തിങ്ക് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. റെസ്റ്റ് എടുക്കൂ തൽക്കാലം. ഓക്കെ, ഒരുപാട് ചിന്തിക്കുകയും വേണ്ട, ആലോചിക്കുകയും വേണ്ട. ഓക്കെ, ശാന്തമായിട്ട് സമാധാനമായിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, ഇവിടെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടുണ്ട്. മൂവ് ഓൺ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമായിട്ടിരിക്കുക, പീസായിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെ. ഈ 2 കാർഡും കൂടി കൂട്ടി നോക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾ സമാധാനപരമായിട്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തു പോകാനുള്ള ആഗ്രഹമായിരിക്കാം, എന്തെങ്കിലും മാറ്റത്തിൻ്റെ ആഗ്രഹമായിരിക്കാം, ജസ്റ്റ് സിറ്റുവേഷൻ ഒരു മാറ്റമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ അതിനു വേണ്ടി ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. ഓക്കെ, എഫേർട്ട് നിങ്ങൾ അതിൽ ഇനി ഇടണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇത് വേറൊരു പേഴ്സൺ ഇടണം എഫേർട്ട് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി ഇത് ആ പേഴ്സണെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി ഐ തിങ്ക് കുറേ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയുന്ന പോലെ. ഓക്കെ, അത് കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം ചിലവർക്ക്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്, നല്ലൊരു ബ്ലെസ്സിങ് വരാൻ സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. ആക്ച്വലി സാധ്യത എന്നല്ല, നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിനു വേണ്ടി ഇനി നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുത്ത ഇതിനൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിലേക്ക് വരും. നിങ്ങൾ ചെയ്തത്, നിങ്ങൾ അങ്ങോട്ടിട്ട എഫേർട്ടിനെല്ലാം തിരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങളിനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അപ് ടു യു. യൂണിവേഴ്സാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നും ആയിരിക്കാം. യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാണ്, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു വേറൊരു വ്യക്തിയുടെ ഒരു ആൻസർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ വേണം എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, അവർ പറയട്ടെ. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇനി ഒന്നിനും പോകണ്ട. നിങ്ങൾ മാറി നിൽക്കുക, സമാധാനമായിട്ടിരിക്കുക, നിങ്ങൾ പീസ്ഫുള്ളായിട്ടിരിക്കുക, ഇമോഷണൽ ആവണ്ട. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ടാവും. ഇമോഷണൽ ആവണ്ട എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം വരും. മേ ബി ഇപ്പം നിങ്ങൾ ഒരു പേഴ്സൻ്റെ എന്തെങ്കിലും സിറ്റുവേഷൻ, നമ്മൾ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ നിങ്ങൾ അകന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു എന്തെങ്കിലും സെപ്പറേഷൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടും അവർ. ഓക്കെ, അങ്ങനെ പറയാം. ജോലി കരിയറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് അതിനും ഒരു നല്ലൊരു ഓഫർ വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷേ അതിന് ഇനി പക്ഷേ നിങ്ങൾ ഓൾറെഡി കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ന്യൂ ജേർണി നിങ്ങളുടെ ലൈഫിൽ വരും, ബാലൻസ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് ന്യായമായത് നിങ്ങൾക്ക് വരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം യെസ്, നിങ്ങൾ ശാന്തമായിരിക്കുക, കാമായിട്ടിരിക്കുക, നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന രീതിക്കാണ്. ഓക്കെ, ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണ്ട. നോ, നിങ്ങൾ റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, ഇത് എന്തെങ്കിലും നമുക്ക്
നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും, അത് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സക്സസ് വരും, നിങ്ങൾക്ക് സന്തോഷം വരും. ഫാമിലിയിൽ, കുടുംബത്തിലായാലും, കരിയർ ആയാലും, കുടുംബത്തിന്റെ കാര്യമായാലും, ഒരു പുതിയ തുടക്കങ്ങളുടെ കാര്യമായാലും, വേറൊരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നതായാലും, കമ്മിറ്റ്മെന്റ് കിട്ടാനായാലും, ഐ തിങ്ക് എല്ലാം കൊണ്ടും ഇവിടെ എനിക്ക് ഓവറോൾ ഒരു യെസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. 9 കഴിഞ്ഞ് 10 ഓഫ് കപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സന്തോഷമാണ് തീർച്ചയായിട്ടും. ആൻഡ് സ്റ്റെബിലിറ്റി ആണ്, ലൈഫിൽ സ്റ്റെബിലിറ്റി ആണ്, ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമാണ്, ജോലി ഓഫർ കിട്ടുന്ന കാര്യമാണ്, മണി, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ്, എല്ലാം ഉണ്ട്. എല്ലാം ആക്ച്വലി പോസിറ്റീവ് ആണ്. പക്ഷെ നോ എന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്യണ്ട ഇപ്പോ എന്ന് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ അവനവന്റെ മേലെ ഇനി ഒരു ബേർഡൻ എടുക്കണ്ട, നിങ്ങൾ ചെയ്തത് മതി. ഓക്കെ, ഇനി വെയിറ്റ് ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബെയറിംഗ് ഫ്രൂട്ട്, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് റോയൽ യു, വെരി നൈസ്, ഗുഡ്. ഇൻ ടു മീ ഐ സി. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, എൻലെസ് പോസിബിലിറ്റീസ് ആൻഡ് ഡിവൈൻ മെട്രിക്സ്, യെസ്. ബേർഡ്സ് ഓഫ് എ ഫെദർ, വാവ്, ഗ്രാൻഡ് സിംഫണി. നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ, മനോഹരമായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. 10 ഓഫ് കപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ സന്തോഷങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടൊരു സമയം വരാൻ പോകുന്നു എന്നാണ്. ആൻഡ് ഇവിടെ ബേർഡ്സ് ഓഫ് എ ഫെദർ എന്ന് പറയുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ, യെസ്, ഓക്കെ, ആരോ ഞാൻ പറഞ്ഞു ഔട്ട്സൈഡ് യുവർ സർക്കിൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഐ തിങ്ക് നിങ്ങളെ ഈ കാര്യത്തിൽ നിങ്ങളെ ഒന്ന് മുന്നോട്ടൊരു ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ എത്തും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അധികം പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഇപ്പൊ നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. സോ യെസ്, നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. അവർ നിങ്ങളെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഹെൽപ്പ് തരാൻ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൾക്കാരായിരിക്കും. ബേർഡ്സ് ഓഫ് എ ഫെദർ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ, ഒരേ തൂവൽ പക്ഷികൾ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. ഓക്കെ, അതായത് നിങ്ങളുടെ സെയിം ജേർണിയിലുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങളെ പോലെ ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വലുതൊക്കെ കിട്ടും, അല്ലേ? അപ്പൊ അതുപോലെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടും. എനിക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് തോന്നരുത്. ഞാൻ ഇത് കാണുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് തോന്നേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് തീർച്ചയായിട്ടും എത്തിക്കും. ബെയറിംഗ് ഫ്രൂട്ട്, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് അതിന്റെ കിട്ടും. നിങ്ങൾ ഇട്ട എഫേർട്ടിന് റിസൾട്ട് തീർച്ചയായിട്ടും വരും. റോയൽ യു, യെസ്, നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് കാണുന്നത്, അബണ്ടൻസ് ആണ് കാണുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ മേ ബി മണി വൈസ് നിങ്ങൾക്ക് പ്രൊമോഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, കരിയറിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു എംപറർ ലെവലിലേക്ക് വരുന്നു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ആൻഡ് ഇൻ ടു മീ ഐ സി, യെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഈ സിറ്റുവേഷൻ, യെസ്, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്താ ചെയ്യുന്ന തെറ്റുകൾ, എന്താണ് ഇനി ചെയ്യേണ്ടത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം. എൻലെസ് പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ആണ്, ഓപ്പൺ ആണ് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ചില സമയത്ത് യെസ്, നമ്മളൊന്ന് വിട്ടുകൊടുക്കണം, യൂണിവേഴ്സിലൊന്ന് നമ്മൾ സറണ്ടർ ചെയ്യും വേണം. ഡിവൈൻ മെട്രിക്സ്, ഡിവൈൻ്റെ സമയത്ത് ഡിവൈൻ എല്ലാം ചെയ്തോളും. ഓക്കെ, ഐ തിങ്ക് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇനി അത് മതി എന്ന രീതിയിലാണ്. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ നോക്കിക്കോളൂ. 12, 16, 8, 38, 44. ഓക്കെ, 8, ഇതും 4 ഉണ്ട്, 8 ആണ്. 8 ഇവിടെ ഉണ്ട്. സ്റ്റെബിലിറ്റിയുടെ നമ്പർ ആണ് നമ്മൾ പറയാറ് സാധാരണ. ആൻഡ് 61, സോ 7, 3, 11, സോ 2, അല്ലേ? ഓക്കെ, ഇവിടെയും 7 ഉണ്ട്, 9 ഉണ്ട്. നമ്പേഴ്സ് 27, 25, ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ഈ വരുന്ന 25-ാം തീയതിക്കുള്ളിൽ, 27-ാം തീയതിക്കുള്ളിൽ, 12-ാം തീയതിക്കുള്ളിൽ, 16-ാം തീയതിക്കുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ്സ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് മാച്ച് ഉണ്ടാവാം. നിങ്ങളുടെ ഏജ് ആയിരിക്കാം, വയസ്സ് 38, 44, 25, 27 ഒക്കെ നിങ്ങളുടെ ഏജ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പിനെയൊക്കെ ആണെങ്കിൽ അവരുടെ ഡേറ്റ്സ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ആവാം. ഓക്കെ, സോ നോക്കാം നമുക്ക്. എന്തായാലും പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, സമാധാനമായിട്ട് ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ആസ്വദിക്കും. ഞാൻ എഫേർട്ട് വേണ്ടത് കിട്ടി കഴിഞ്ഞു, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.